ഇനി ഈ സംഭവങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് സൈൻ ലാബ്ദീൻ കൂടി ചേരുന്നു. സെയ്ഫ്, ഒരുപക്ഷേ ഈ അടുത്ത കാലത്ത് സർക്കാരിനെയും പാർട്ടിയെയും ഏറെ തലവേദന പിടിപ്പിച്ച ഒരു സംഭവമാണ് ഈ പെരിയ ഇരട്ട കൊലപാതകം. ഇപ്പോൾ നിലവിൽ CPM നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ പ്രവൃത്തികൾ ഇത് പാർട്ടിയെയും സർക്കാരിനെയും കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയല്ലേ ചെയ്യുക? പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതികളെ സംരക്ഷിക്കുന്നു, പ്രതികൾക്ക് ആവശ്യമായ സൗകര്യം ജയിലിൽ ഒരുക്കാൻ വേണ്ടി CPM ഇടപെടുന്നു തുടങ്ങിയ രാഷ്ട്രീയ ആരോപണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അമൃത, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് കാണാൻ കഴിയുന്നത് CPMന്റെ ഒരു നിലപാടിലെ വൈരുദ്ധ്യമാണ്. കാരണം പീതാംബരന്റെ പാർട്ടി പുറത്താക്കിയതാണ്. പീതാംബരന്റെ വ്യക്തിവൈരാഗ്യം കാരണമാണ് ശരത്ലാലിനെയും കൃപേഷിനെയും കൊന്നത് എന്ന് CPM ആദ്യം തന്നെ ഈ കൊലപാതകം നടന്ന സമയത്ത് തന്നെ വിലയിരുത്തുകയും അങ്ങനെ തന്നെ അത് പുറത്തു പറയുകയും പിന്നീട് പീതാംബരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇപ്പോൾ കുഞ്ഞിരാമൻ അടക്കമുള്ള KV കുഞ്ഞിരാമൻ അടക്കമുള്ളവരെ കാണാൻ വേണ്ടിയാണ് P ജയരാജൻ ഇന്നലെ ജയിലിലെത്തിയത്. കാണാൻ കഴിയുന്ന പരമാവധി ആൾക്കാരെ ജയിലിൽ വെച്ച് കാണും എന്ന് P ജയരാജൻ വ്യക്തമാക്കുകയും ചെയ്തു. അതായത് CPMന്റെ കണ്ണൂർ പാർട്ടിയുടെ ഒരു പിന്തുണ അവിടെ ഈ പ്രതികൾക്കുണ്ടായിരുന്നു എന്നുള്ളത് അത് സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കുഞ്ഞിരാമൻ ഉണ്ടായതുകൊണ്ടാണ് P ജയരാജൻ കാണാൻ പോയത് എന്ന വാദം മുന്നോട്ട് വെച്ചാൽ അത് ഇനി അങ്ങനെ പറഞ്ഞു നിൽക്കാൻ കഴിയില്ല. കാരണം പീതാംബരനെ പാർട്ടി പുറത്താക്കിയതാണ്. പീതാംബരനെ പാർട്ടി പുറത്താക്കി, പാർട്ടിക്ക് അതിൽ ബന്ധമില്ല, പീതാംബരന്റെ വ്യക്തിവൈരാഗ്യം കാരണമാണ് ഈ സംഭവിച്ചത് എന്ന് പറഞ്ഞ CPMന്റെ നേതാക്കന്മാർ അത് പീതാംബരന്റെ വീട്ടിലെത്തി പീതാംബരന്റെ കുടുംബാംഗങ്ങളെ കാണുമ്പോൾ അത് ആ നിലപാട് പഴയ നിലപാടിൽ നിന്ന് CPM മാറുന്നുണ്ടോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വരും. ഇന്നിപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം വൈകിട്ടോടുകൂടി MV ഗോവിന്ദൻ ചിലപ്പോൾ മാധ്യമങ്ങളെ കണ്ടേക്കാം. CPMന്റെ നിലപാട് നേരത്തെ പറഞ്ഞ നിലപാട് തന്നെ ആയിരിക്കും. കാരണം ഇത് പാർട്ടിക്ക് അതിനകത്ത് ബന്ധമില്ല, പാർട്ടി അത് ഈ ശിക്ഷിക്കപ്പെട്ടവർ നിയമപരമായി നേരിടേണ്ട കാര്യങ്ങൾ നിയമപരമായി നേരിടട്ടെ എന്ന നിലപാടായിരിക്കും CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയാൻ പോകുന്നത്. അങ്ങനെ പറയുമ്പോഴും നിയമപരമായിട്ടുള്ള പോരാട്ടത്തിന് ഇപ്പോൾ കുഞ്ഞിരാമൻ അടക്കമുള്ള മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ളവർക്ക് നിയമ പോരാട്ടത്തിനുള്ള ഒരു പിന്തുണ ഈ മറ്റ് സഹായങ്ങൾ നിയമപരമായ സഹായങ്ങളുമെല്ലാം CPM നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിലാണ് CPM നേതാക്കളുടെ ഇടപെടൽ. കഴിഞ്ഞ 3-4 ദിവസമായി ഈ പ്രതികളുമായി ബന്ധപ്പെട്ട് പ്രതികളെ കാണാൻ പോകുന്നു, പ്രതികളുടെ വീട്ടിൽ പോയി കുടുംബാംഗങ്ങളെ കാണുന്നു എന്ന് വഴി നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയുന്നത് CPMന്റെ ഒരു പിന്തുണ അവർക്കുണ്ട് എന്ന് നമുക്ക് ഈ പ്രവൃത്തികളിലൂടെ വായിച്ചെടുക്കാനും കഴിയും. അമൃത, അതെ, പാർട്ടി കൂടെയുണ്ട്, ഭയപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് ഈ നേതാക്കളുടെ പ്രവൃത്തികളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സെയ്ഫ് സൈൻ ലാബ്ദീനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.